ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അത്രയും സോഫ്റ്റുള്ള നല്ല അടിപൊളി വട്ടയപ്പമാണിത്. ഇതുണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറുക്കുണ്ടാക്കി അത് മിക്സ് ചെയ്യേണ്ട അങ്ങനത്തെ പണികളൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. എന്നാൽ സോഫ്റ്റ് ആണെങ്കിൽ ശരിക്കും ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അത്ര സോഫ്റ്റ് ഉണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പറയാം. ഇത് 2 കപ്പ് പച്ചരിയാണ്. 2 കപ്പ് പച്ചരി കുതിർത്ത് വെക്കണം. 3 മണിക്കൂറോളം കുതിർത്തിയാൽ മതി. അപ്പം നന്നായി കുതിർന്ന് കിട്ടും. പിന്നെ വേണ്ടത് അവലാണ്. വെള്ള അവല് 1 കപ്പ്. അവല് ഒരു 10-15 മിനിറ്റ് കുതിർത്താൽ മതി. അപ്പം ആദ്യം തന്നെ നമ്മൾ അരി കുതിർത്തിടണം. ഇനി വേണ്ടത് 2 കപ്പ് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ കൃത്യമായിട്ട് അളവില്ല. നമ്മൾ അരയ്ക്കാനായിട്ട് അത് മിക്സ് ചെയ്ത് അരയ്ക്കാം. പിന്നെ ഈസ്റ്റ് ഒരു ചെറിയ ടീസ്പൂൺ. ഇനി നമുക്ക് അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പം വെള്ളം നമ്മൾ ചേർക്കുന്നില്ല. നമ്മളതിന് പകരം തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അരി മാത്രം വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതുപോലെ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക. ഇനി തേങ്ങാപ്പാൽ ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പം കുറച്ചായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് അരച്ചാൽ മതി. ഇപ്പം നമ്മുടെ അരി അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിൽ അരച്ച് കൊടുക്കാം. അവിലിൻ്റെയും കുതിർത്ത വെള്ളം നമ്മൾ എടുക്കുന്നില്ല. അതിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ട് തേങ്ങാപ്പാലിലാണ് അരയ്ക്കേണ്ടത്. അപ്പോൾ അവൽ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി. ഇനി ഒരു 6 അല്ലെങ്കിൽ 7 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. അപ്പോൾ പഞ്ചസാരയ്ക്കൊന്നും കൃത്യമായിട്ട് അളവില്ല. നമ്മളത് അരച്ച് നോക്കിയിട്ട് കുറവാണെങ്കിൽ വീണ്ടും ചേർക്കാം. ഇനി ഇതും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അരയ്ക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കണം കേട്ടോ. ഇപ്പം നമ്മളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അധികം കട്ടിയൊന്നും വേണ്ട. മാവ് കുറച്ച് കട്ടിയാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അത് ലൂസാക്കി എടുക്കാം. ഏകദേശം ഒരു 2 കപ്പോളം തന്നെ തേങ്ങാപ്പാലും വേണ്ടി വരും നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ദോശമാവിൻ്റെ ഒക്കെ അത്രയും അളവ് വേണം ഇതിന്. എന്നാലാണ് കറക്റ്റ് നമുക്ക് നന്നായി വീർത്ത് കിട്ടുള്ളൂ. ഇപ്പം എന്നിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും ഇത് പൊങ്ങാനായിട്ട് വേണം. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും. ഏകദേശം ഒരു 3 മണിക്കൂറോളം വെച്ചാൽ നന്നായി വീർത്ത് വരും. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റീം ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് കുറച്ച് കനത്തിൽ വേണം പ്ലേറ്റിൽ ഒഴിക്കാനായിട്ട്. വീർത്ത മാവ് മുകളിൽ നിന്ന് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് വട്ടയപ്പായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഈ മാവ് ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെക്കണം കേട്ടോ. ഒരു വട്ടയപ്പത്തിനുള്ള മാവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രം അതുപോലെ തന്നെ അടച്ചു വെക്കണം. അപ്പോൾ ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് അടുത്ത വട്ടയപ്പത്തിനുള്ള മാവ് വീർത്ത് വരും. അപ്പോൾ ഇതുപോലെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് അടുത്തതിനും എടുക്കാൻ പറ്റും. ഇത് ഒരുവിധം കനത്തിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഈ പ്ലേറ്റിലേക്ക്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിൽ കൊണ്ട് വെക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് സ്റ്റിക്ക് വെച്ചിട്ട് ഇത് വെന്തോന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഇറക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം അടർത്തി എടുത്താൽ മതി. പിന്നെ ഇതിന് പകുതി വേവാകുമ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒരു പകുതി വേവായി തോന്നുമ്പോൾ നമുക്ക് ഇതുപോലെ മുന്തിരി വേണമെങ്കിൽ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ വട്ടയപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അത്രയും സോഫ്റ്റുള്ള വട്ടയപ്പാണ്. പക്ഷെ അതിലും ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മളിതിൽ തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അവർ വെള്ളത്തിലായിരിക്കും ഇത് അരയ്ക്കുന്നുണ്ടാവുക, ഇത് കേടാവാതിരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലിൽ അരച്ചെടുത്ത കാരണം ഇത് വളരെ ടേസ്റ്റിയാണ്. അതേപോലെ നല്ല സ്പോഞ്ച് പോലെ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് നോക്കിയാൽ ഇത് പൊട്ടൊന്നുമില്ല. ഇതിങ്ങനെ മടങ്ങിയിരുന്നാലും ഇത് ഒടിഞ്ഞൊന്നും പോവില്ല. അത്രയ്ക്കും സോഫ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. കണ്ടോ, ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നാൽ പോലും ഇത് പൊട്ടില്ല. അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഉണ്ടാക്കാനും വളരെ ഈസിയാണല്ലോ. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.